ഈ പറയുന്ന എൻ്റെ സിനിമയുടെ ജേണിയുടെ കൂടെ തന്നെ ഈ സിനിമയും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം നിമിഷം വരെ ഞാനിങ്ങനെ ഇതിന് ബുദ്ധിമുട്ടുകളാണ്, എവിടെ നോക്കിയാലും ബുദ്ധിമുട്ടാണ്. നമ്മൾ സെറ്റിൽ പക്ഷേ ജിതിൻ എന്ന് പറയുന്ന എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജിതിൻ എന്ന് പറയുന്ന ഡയറക്ടർ. ഞാനാണെങ്കിൽ പ്രശ്നമാകുമ്പോൾ അത് എടുത്ത് വെക്ക്, അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും, അതെന്താ ചെയ്യാത്ത ഒന്നും നടക്കാത്ത അങ്ങനത്തെ മോഡിലേക്ക് പോകും. ജിതിനാണെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ ഇങ്ങനെ ഇരിക്കും, ശരിയാവും നടക്കട്ടെ എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു. മിന്നലിൽ ഇവൻ ആ ടെൻഷൻ അടിച്ചായിരുന്നോണ്ട് എനിക്ക് വരെ സുഖമായിരുന്നു. പക്ഷെ ജിതിൻ ടെൻഷൻ അടിക്കാത്തവരോട് എനിക്ക് ടെൻഷൻ കൂടെ ഇവനടിക്കുന്നത് ജിതിനെ ടെൻഷൻ ആക്കട്ടെ, ഒന്ന് ടെൻഷൻ അടിക്കും കുറച്ച്. അപ്പൊ ജിതിന് അങ്ങനെ, ജിതിന്റെ ഉള്ളിൽ ടെൻഷനുണ്ട്. പക്ഷെ എപ്പോഴും ഞെട്ടാ എനിക്ക് ജിതിന് ആ മോഡായിരുന്നു. ഞാൻ എപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഇവൻ അങ്ങനെ ഞെട്ടത്തേ ഇല്ല. അപ്പൊ ഇവനത് എല്ലാം, പക്ഷെ ഇവൻ തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം. ആ ഒരു എല്ലാവരും ഒരേ കുടക്കീഴിൽ കൊണ്ടു നടക്കുന്നതൊക്കെ ഇവൻ തന്നെയാണ്. പക്ഷെ ഇവനത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളൊന്നുമല്ല. അത് ശരിയാകുമ്പോൾ നടക്കും ഇത്രയൊക്കെ ഉള്ളൂ. പ്രശ്നങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. അതൊരു പോയിന്റ് എത്തുമ്പോൾ സോൾവ് ആവും. മറ്റേ നമ്മളാണെങ്കിൽ ആ പ്രശ്നം കാറ് നിന്ന് പോയെങ്കിൽ നമ്മൾ പോയി ബാക്കിൽ പോയി തള്ളും, പോ. ഇതിനാണെങ്കിൽ ഇവിടെ ഇരിക്കും, അതവര് ചെയ്യട്ടെ. അപ്പൊ അതും എനിക്കൊരു ഭയങ്കര ടേക്ക് അവേ ആയിരുന്നു. നമ്മൾ ഇത്രയും പ്രശ്നമൊന്നും എടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ സമയത്ത് നടക്കും, സമയം പോലെ നടക്കും, സംഭവിക്കേണ്ട പോലെ സംഭവിക്കും. നമ്മൾ നമ്മുടെ പണി വൃത്തിയായിട്ട് ചെയ്യുക. എല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെതായ ആൾക്കാരുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് അവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളതെല്ലാം ഏറ്റെടുക്കേണ്ട കാര്യം. അടുത്ത സിനിമ ഡയറക്ട് ചെയ്യുമ്പോൾ ഒന്ന് കൂളാവുന്ന എനിക്ക് തോന്നുന്നു. ഇതിന്റെ അത്രയും കൂളാവില്ല, എന്നാൽ മുമ്പത്തെ അത്രയും പ്രഷറും ഉണ്ടാവില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിലൊരു പോയിന്റ്, അതാണ് ഞാൻ സ്വപ്നം കാണുന്നതാണ്. ആ ഒരു അതായത് ഇവൻ കൂളായിട്ടിരിക്കുന്ന പോലെ മുഖത്ത് ഇങ്ങനെ കൂളാണെങ്കിൽ ഇങ്ങനെ കാലൊക്കെ അടിച്ചോണ്ടിരിക്കണം. അഭിനയിക്കാനേ പറ്റുള്ളൂ. ഇത് ഓരോരുത്തരുടെ ഇന്നേറ്റ് സ്വഭാവങ്ങളല്ലേ. എനിക്കും അങ്ങനത്തെ ഇത്തിരി പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ആളാണ്. അപ്പൊ അതങ്ങനെ ചിലപ്പോ മെച്യൂരിറ്റി വരുമ്പോ ശരിയാവുന്നിരിക്കണം. ആയിട്ടില്ല അല്ലേ? എന്തിനാണ്, ഞങ്ങളൊക്കെ പിള്ളേരല്ലേ. പക്ഷെ ജിതിനത് നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു കളഞ്ഞു, ഇമ്പ്രസ് ചെയ്തു നന്നായിട്ട്. ഈ പറയുന്ന അവനത് ഇത്രയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്തോറും സിനിമയുടെ വിജയവും അതിനനുസരിച്ച് വലുതാവും. നമ്മളെല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണെന്നുള്ള ഇതിലാണ് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഷൂട്ട് നിന്നുപോയി, ഈ സിനിമ ഇനി നടക്കൂല എന്നൊക്കെ പറയുന്ന പോയിന്റിൽ നിന്ന് വരെ, പക്ഷെ ആ നടക്കില്ല എന്നുള്ള പോയിന്റ് ഉണ്ടായത് സിനിമയ്ക്ക് നല്ലതായിരുന്നു. അതിന് പകരം വേറൊരു സൊല്യൂഷൻ വന്ന് അത് സിനിമയെ കൂടുതൽ ബെറ്റർ ആക്കുന്നു എന്ന് പറയുന്ന പോലത്തെ സംഭവങ്ങൾ ഒരുപാട് സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സിനിമ ഒരു പോയിന്റ് കഴിഞ്ഞ് സിനിമ നമ്മളെ വിടും. നമ്മൾ സിനിമയെ കൊണ്ടുപോകുന്ന സിനിമ നമ്മളെ കൊണ്ട് അങ്ങ് പോകും. എന്നിട്ട് സിനിമ ആയി കഴിഞ്ഞിട്ട് ഇതാണ് വേണ്ട സിനിമ, ഓക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കാണ്ടാവുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതെ ആ സംഭവം ഇരുന്ന് പോകുന്നു. ശരിയാണ്. എനിക്കൊന്ന് ടോവി കുറേ സിനിമകൾ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നു, എത്രയോ സിനിമ റിലീസാണ്. എവിടെ വരുമ്പോഴും ഈ സിനിമയെ കുറിച്ചാണ് നമ്മുടെയൊക്കെ ചോദ്യം ഉണ്ടാകുന്നത്, എന്നാണ്. അപ്പോഴൊക്കെ ടോവിക്കൊരു മറുപടി തരാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായ കാലഘട്ടം. ഞാൻ എത്രയോ സിനിമ നമ്മൾ ലൊക്കേഷൻ കാണും. നിങ്ങളോട് മറുപടി പറയാനില്ല എന്നുള്ളൂ. പക്ഷെ ഞാൻ ഏറെ തുടങ്ങിയിട്ട് ഇന്ന് വരെയും അല്ലെങ്കിൽ നാളെയും കഴിഞ്ഞിട്ട് ഏറെവിനെ പറ്റി സംസാരിക്കാതെയോ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യാതെയോ ഒരു ദിവസം പോലും എന്റെ ഈ 1.5 വർഷത്തിനിടയ്ക്ക് കടന്നു പോയിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരിക്കും. ഇതിന്റെ ഒരു എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ ഉറങ്ങിക്കളയും. എനിക്ക് ഇഷ്ടമല്ല അത്. അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്കുണ്ട്. അതിനുള്ള സാഹചര്യം കിട്ടാത്തതിന്റെ പ്രശ്നം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതായത് കിടന്നുറങ്ങാനുള്ള സാഹചര്യം കിട്ടാത്തതിന്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഉറങ്ങും, ഇരുന്നാണെങ്കിലും ഉറങ്ങും, നിന്ന് വരെ ഉറങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ സിനിമയുടെ ഒരു യാത്ര, വലിയ യാത്ര, ഷൂട്ട് തൊട്ട് ഇവിടം വരെയുള്ള, ഇപ്പം ഈ പ്രൊമോഷൻ ആണെങ്കിലും നേരത്തെ നമ്മൾ പ്രസ് മീറ്റിൽ തമാശയ്ക്കാണെങ്കിലും പറഞ്ഞെങ്കിലും അത് സത്യസന്ധമായ കാര്യം. എവിടെ നിന്നൊക്കെ യാത്രയാണ്. തമാശയും ബോംബെ എയർപോർട്ടിൽ വേണമെങ്കിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷെ അത്രമാത്രം ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ സിനിമ അത്രയും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തണം എന്നുള്ളൊരു വിശ്വാസം, അത്രയും നാളത്തെ കഷ്ടപ്പാടും എല്ലാം അനുഭവിച്ച സിനിമയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. നമുക്ക് പ്രേക്ഷകർ മുമ്പിലേക്ക് കൈനീട്ടി വെക്കാൻ പറഞ്ഞ ഒത്തിരി അവകാശവാദങ്ങളൊന്നുമില്ല. നമുക്ക് പ്രേക്ഷകർ മുമ്പിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്കെന്തായിരിക്കും? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ നന്നാക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിവുള്ളൂ. ബാക്കി ആൾക്കാർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ, അല്ലെങ്കിൽ ഒരു അല്പം ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും മുകളിലൊക്കെ ഈ സിനിമ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതിലൊന്നും കാര്യമില്ല, ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പ്രേക്ഷകർ അത് കണ്ട് സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് നമുക്ക് അതിൽ പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ പറ്റുന്നത്. പക്ഷെ
അതായത് നമ്മൾ പണി എടുത്തിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ശ്രമിക്കാണ്ട് പരാജയപ്പെടുമ്പോൾ നമുക്കൊരു ഒരു വിഷമമുള്ളൂ. ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ അതാണ്, നമ്മൾ ശ്രമങ്ങൾ വിജയിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാലും നമുക്ക് വിഷയമല്ല, നമ്മൾ ശ്രമിച്ചല്ലോ എന്ന് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതാണോ പ്രേക്ഷകർക്ക് വേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത് ആൾക്കാർ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് ഞാൻ ഇവര് സഞ്ചരിച്ച പോലെ അത്രയും ത്രൂ ഔട്ട് സിനിമയിൽ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ പോലും പുറത്തുനിന്ന് കണ്ടുന്ന ഒരാളെന്നുള്ള രീതിയിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ മുമ്പ് വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവൻ പല സിനിമകൾ എപ്പോൾ ഇവനെ മീറ്റ് ചെയ്യുമ്പോഴും എയറമിൻ്റെ കാര്യം തന്നെ സംസാരിക്കാനുള്ളൂ. എയറമിൻ്റെ അവിടെ അത് നടക്കുന്നു, ഇത് നടക്കുന്നു, അവിടെ അങ്ങനെ ഇങ്ങനെ ഡിസ്കഷൻസ്, മീറ്റിങ്ങുകൾ പല ഇവൻ അതിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ അകത്ത് നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രൊമോഷൻസും അതിൻ്റെ ഇടയിൽ ഡബ്ബിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുക സാധാരണഗതിയിൽ. പ്രൊമോഷൻസും പിന്നെ അതിൻ്റെ റിലീസാകുമ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ അകത്തോട്ട് പ്രൊമോഷനും ബാക്കി ഇതൊക്കെ ആയിട്ട് നമ്മൾ ആ ടെൻഷൻ വീണ്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ത്രൂ ഔട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നടൻ അതിനു വേണ്ടി തന്നെ അതിൻ്റെ ഹോൾ ജേർണിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതിനോട് ഭയങ്കരമായിട്ടുള്ള ആത്മാർത്ഥതയും ആ സിനിമയോടുള്ള ഭയങ്കരമായിട്ടുള്ള വിശ്വാസവും ടെക്നീഷ്യൻസിനോടുള്ള വിശ്വാസവും കഥയോടുള്ള വിശ്വാസവും ഒക്കെ കൂടെ കൊണ്ടാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പുറത്തു നിന്നുള്ളത് നോക്കി കണ്ടെന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് ഇവനാണെങ്കിലും ജിതിനാണെങ്കിലും സുഹിത്തേട്ടനാണെങ്കിലും അതിൻ്റെ റൈറ്റർ സുഹിത്തേട്ടൻ, ഇവർ മൂന്നുപേരുമാണ് ഇതിന് വേണ്ടിയിട്ട് എപ്പോഴും നിൽക്കുന്ന ആൾക്കാരെ. ഇവരെ എപ്പോൾ വിളിക്കുമ്പോഴും എന്തായി ഏറമെന്തായി ഇത്രയും വർഷങ്ങളായിട്ട്. മുമ്പ് വെറുതെ തമാശ പോലെ പറഞ്ഞതാണ്. അതായത് ഈ 2018-ലോ 19-ലോ കണ്ടാണ് ഏറം 19-ലാണ് അനൗൺസ് ചെയ്തത്. അന്ന് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വരച്ചിട്ടുള്ളൊരു ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയായിരുന്നു ഏറമിൻ്റെ. ഒറിജിനൽ സ്റ്റില്ലല്ല വരച്ചത്. ആ സ്റ്റില്ല് വെച്ചിട്ട് എനിക്ക് വിഷു, ഹാപ്പി വിഷു, ഏറം വിഷസ് യു, ഹാപ്പി വിഷു, ഏറം ടീം വിഷിങ് യു ഓണം, ഓണാശംസകൾ, ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക്. അപ്പോൾ ആദ്യത്തെ കൊല്ലം ഞാനിത് ഷെയർ ചെയ്യുമായിരുന്നു, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടുമായിരുന്നു. പിന്നെ എനിക്കും ബോറടിച്ചു, ഇത് എത്ര വർഷം എല്ലാ കൊല്ലം ഈ ഓണം വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുക, ഏറം ടീമിന്റെ ഓണാശംസ. എനിക്കപ്പോൾ വേറെ പടങ്ങളുടെയൊക്കെ ഓണാശംസയൊക്കെ ഇടാനുണ്ട്, എല്ലാം കൂടെ ഏറം ഒക്കെ കൂടെ ഇട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വെറുതെ ബാക്കിലേക്ക് ആലോചിക്കുമ്പോൾ എത്രയോ വർഷമായിട്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അത്രയും വർഷങ്ങളായിട്ട് ഇത് ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഓണത്തിന് റിലീസ് ചെയ്യുകയും ചെയ്യണം. അതാണ് അത് പറഞ്ഞ പോലെ ഇത്തവണ ആശംസയല്ല, റിലീസായിട്ട് ഓണത്തിന് കൊടുക്കുകയാണ്. അതാണ് അന്ന് തൊട്ട് ആ മൈൻഡിൽ നിൽക്കുന്ന ഓണത്തിന് എന്നുള്ള മൈൻഡായിരുന്നു. അതാണ് ഓണാശംസകൾ ആദ്യം തൊട്ട് വന്നത്. സംഭവിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ ഈ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അതൊന്നും ടെൻഷനൊന്നും അടിച്ചില്ലായിരുന്നെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെ സംഭവിച്ചാൽ. ഇപ്പൊ ആ ടെൻഷനൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അതെ തമാശയായിട്ട് പോകുന്നത്. ഈ എനിക്ക് തോന്നുന്നു എൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ടോവിയൊക്കെ ആദ്യം ബന്ധപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് ബേസിൽ ഇതിലേക്ക് വരുന്നുണ്ടല്ലോ, ബേസിലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബേസിൽ വരുമ്പോൾ മനസ്സിൽ എന്താ തോന്നിയത്? നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടല്ലോ എപ്പോഴും. അല്ല, ബേസിലും ഞാനും കൂടെ ഒരുമിച്ച് പറയുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഫണ്ടാണ്. ഞങ്ങൾക്ക് പറയാനായിട്ട് കുറേ വിശേഷങ്ങളുണ്ടാവും. ഞങ്ങൾ വെറുതെ ഫോൺ വിളിച്ചാൽ പോലും മിനിമം 1/2 മണിക്കൂറാണ്. അതല്ലാതെ നമ്മൾ വിളിച്ച് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യ കാര്യം പറഞ്ഞിട്ട് വെക്കുന്ന രീതിയിലുള്ള ഫോൺ സംഭാഷണങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല. ഒന്നുമില്ല, വലിയ കാര്യമുള്ള കാര്യം വല്ല ചളിയൊക്കെ പറഞ്ഞ് വെറുതെ എന്തെങ്കിലും. അതായത് ഞാൻ പറയുന്ന ചളി ഇവന് വിഷ്വലൈസ് ചെയ്യാനും ഇവൻ പറയുന്ന ചളി എനിക്ക് വിഷ്വലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്നത്. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം, മാസോണം സീസൺ 2.